നായരമ്പലം ശ്രീരാഗം കൾച്ചറൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച എസ് ജാനകി അനുസ്മരണവും ഗാനാഞ്ജലിയും പിന്നണി ഗായകൻ രഞ്ജിത്ത് ജയരാമൻ ഉദ്ഘാടനം. പിന്നെ ഇന്നോട് തുടർച്ചയായിട്ട് സാറിന്റെ തന്നെ 20ഓളം നാടകങ്ങൾ എനിക്ക് പാടാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ വന്ന കർത്തവ്യത്തിൽ നിന്ന് മാറുന്നല്ല അത്, പക്ഷെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ഒരു ഉദ്ഘാടനമായിട്ട് ക്ഷണിക്കപ്പെടേണ്ട ഒരു ആളിലേക്ക് വളർത്തപ്പെട്ടത് സാറിന്റെ ഒരു അവസരം തരലിലൂടെ കൂടെയാണ്. അതുകൊണ്ട് സാറിനെ ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോൾ സിനിമയില് സാറിന്റെയും ശിഷ്യനാണെന്ന് പറയാം ബിജിപാൽ സാറ് ആൽബർട്സിലെ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ സാറിന്റെ ശിഷ്യനായിരുന്നു ബിജിപാൽ സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ പാടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഇവിടെ വരും, ഇങ്ങനെ ജാനകി അമ്മയുടെ അനുസ്മരണത്തിൽ ഇങ്ങനെ സെബി സാറ് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഞാനിവിടെ നിങ്ങളോടൊപ്പം പങ്കിടാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ സാറ് ബിജിപാൽ സാർ, എന്റെ ബിജിയേട്ടൻ, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജാനകി അമ്മ അദ്ദേഹം ഓർക്കുന്നത് ലതാ മങ്കേഷ്കറോളം തന്നെ ഒപ്പം തുല്യമായിട്ടാണ് ഓർക്കുന്നത്. കാര്യം മലയാളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഗാനഗോകുലം ജാനകി അമ്മയും നോർത്ത് ഇന്ത്യയിൽ ലതാ മങ്കേഷ്കറും ഒരേപോലെ പാടുന്ന ആളുകളായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളതെന്നാണ് എന്റെ ഗുരു കൂടിയായ ബിജി സാറ് പറയുന്നത്. അതിന് റീസൺ അദ്ദേഹം പറഞ്ഞൊരു രസകരമായിട്ടുള്ള കാര്യം, ബാക്കിയുള്ള സിംഗേഴ്സ് പാടുമ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്താണോ അവരെ പഠിപ്പിക്കുന്നത് അത് പാടാനാണ് ബാക്കിയുള്ള സിംഗേഴ്സ് ശ്രമിക്കാറുള്ളത്. പക്ഷെ ജാനകി അമ്മയും ലതാ മങ്കേഷ്കറും അവർ രണ്ടുപേരും പാടുമ്പോൾ അവരത് പാട്ടായി മാറുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ട് പാടുന്നതല്ല, അവരാ പാട്ടായി മാറുന്ന ഒരു മാസ്മരിക ഒരു മാജിക് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നാണ് അദ്ദേഹം ഇന്ന് ഈ ഇവിടെ വരുന്നതിന് തൊട്ടുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോ ജാനകി അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു അനുസ്മരണം ഒരുക്കാൻ ഇവിടെയുള്ള ശ്രീരാഗം കൾച്ചറൽ ഗ്രൂപ്പ് ആലോചിച്ചു തന്നെ വലിയൊരു കാര്യമായിട്ടും ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ ഒരുക്കപ്പെടുന്നതിലൂടെ ഒരു മ്യൂസിക്കൽ കൂട്ടായ്മ അതിനൊരു വളർച്ചയും അതിലൂടെ ആളുകൾ തമ്മിലുള്ള ഇഴയടുപ്പം വളരെയധികം അടുക്കാനൊക്കെ ഒരുപാട് സാധിക്കും എന്നുള്ളൊരു വലിയ ഒരു ചിന്തയും ഇത്തരം കൾച്ചറൽ ഗ്രൂപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇതൊരു എന്താ പറയുക, ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് അല്ലല്ലോ. നമ്മൾ സംഗീതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കുറച്ച് കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ അവിടെ സംവദിക്കപ്പെടുന്നതും അവിടെ സംസാരിക്കപ്പെടുന്നതും അവിടെ ഓർമ്മിക്കപ്പെടുന്നതും എല്ലാം സംഗീതം മാത്രമാണെന്നുള്ള വലിയൊരു കാര്യം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതില് വളരെ ലെജൻഡറി ആയിട്ടുള്ള ജാനകി അമ്മയെ പോലുള്ള അവർക്കൊക്കെ കിട്ടുന്ന ഒരു അനുസ്മരണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാര്യം നമ്മൾക്കൊക്കെ അവര് മാതൃകയാണ്. ഈ പറയുന്ന ജാനകി അമ്മയും സുശീലാമ്മയും ചിത്ര ചേച്ചിയും ഇവരൊക്കെ നമുക്ക് മാതൃകയാണ്. പക്ഷെ നമ്മളെക്കാൾ മുമ്പ് വന്ന് അവർക്ക് ആരായിരിക്കും മാതൃക എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. കാര്യം ഇപ്പൊ ഒരു സൂര്യകാന്തി പോലെയുള്ള ഒരു പാട്ട് പാടാൻ നമ്മൾക്ക് അവർ മാതൃകയായിട്ട് നമ്മളത് പഠിച്ച് പാടിയാൽ മാത്രം മതി. അപ്പോ ആ ഒരു ഡിക്ഷണറി നമ്മൾക്ക് മുമ്പിലുണ്ട്. പക്ഷെ ഇവർക്ക് മുമ്പിൽ ഇത്തരം ഡിക്ഷണറികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അവർ പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ കേട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം നമ്മൾക്ക് കിട്ടിയത് അവരിലൂടെ മാത്രമാണ്. അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല ഒരിക്കലും. അവരത് സ്വയം ആർജിച്ച് പാടുന്ന ഒരു അവസ്ഥയിലാണ് ആ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരം മാജിക്കലായിട്ടുള്ള ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇവരിലൂടെയാണ് എന്നുള്ള വലിയൊരു ഓർമ്മയിലൂടെയും ആസ്വാദനത്തിലൂടെയും കടന്നുപോയി ഞാൻ എൻ്റെ എളിയ വാക്ക് ഇവിടെ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു കൾച്ചറൽ ഇവന്റിന് എന്നെ ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. വി.എസ്. രവീന്ദ്രനാഥ്, സെബി നായരമ്പലം, ഡോക്ടർ ലില്ലി ജോർജ്, പി.ആർ. അലോഷ്യസ്, എം.കെ. സുകുമാരൻ, ജേതു പത്മനാഭൻ, എൻ.കെ. സോമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാഞ്ജലിയും നടന്നു. നീ വരും കാലം ചെല്ലിപ്പോകും
Thank you.